നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നാഗാരാധന 4ാം ഭാഗമാണ്. ഞാൻ 3 ഭാഗം ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ ഭാഗം സർപ്പക്കാവിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി സർപ്പക്കാവും വൃക്ഷങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയെന്ന് നോക്കാം. സർപ്പക്കാവുകളിലെ വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ലെന്നാണ് വിശ്വാസം. ഏതെങ്കിലും സാഹചര്യത്തിൽ മുറിക്കേണ്ടി വന്നാൽ ജ്യോതിഷിയെ കണ്ട് പ്രശ്നചിന്ത നടത്തി തീരുമാനമെടുക്കേണ്ടതാണ്. ദൈവസാന്നിധ്യം ഉണ്ടെന്ന് കരുതുന്ന വൃക്ഷം വെട്ടാൻ പാടില്ലെന്നും അഥവാ വെട്ടുകയാണെങ്കിൽ അവിടെ വൃക്ഷപൂജ നടത്തണമെന്നും ഒരു വിശ്വാസം നിലവിലുണ്ട്. ഇങ്ങനെ വൃക്ഷങ്ങൾ മുറിച്ച് കാവ് വെട്ടിത്തളിച്ചും മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളവർക്ക് പല അനിഷ്ട സംഭവങ്ങളും കഷ്ടപ്പാടുകളും മരണം പോലും സംഭവിച്ചിട്ടുണ്ടെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. വൃക്ഷാരാധനയും നാഗാരാധനയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിലും കൂടുതൽ പഴക്കം വൃക്ഷാരാധനയ്ക്കാണ്. മനുഷ്യർ ആദ്യം വൃക്ഷത്തെ ആരാധിക്കുകയും പിന്നീട് നാഗങ്ങളെ അതിനു മുന്നിൽ കുടിയിരുത്തി വൃക്ഷാരാധനയോടൊപ്പം നാഗാരാധനയും നടത്താൻ തുടങ്ങി. കേരളത്തിലെ വൃക്ഷപൂജാ കേന്ദ്രമായ മാവേലിക്കര താലൂക്കിലെ പ്രശസ്തമായ തഴക്കര ഐവാലക്കാവിലമ്മ ക്ഷേത്രം വനദുർഗ ക്ഷേത്രമാണ് ഒരു നാഗാരാധന കേന്ദ്രം കൂടിയാണെന്ന കാര്യം ഇവിടെ എടുത്തു പറയേണ്ടതാണ്. നാഗാരാധനയും വൃക്ഷവുമായുള്ള ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. വൃക്ഷാരാധന പോലെ തന്നെ നാഗാരാധനയും ഇന്ത്യൻ സംസ്കാരവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. ക്ഷേത്രങ്ങളിൽ സാധാരണയായി ആൾത്തറകളിലാണ് സർപ്പപ്രതിഷ്ഠകൾ വച്ചാരാധിക്കുന്നത്. അതുകൊണ്ട് അരയാലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുകൂടി ഇവിടെ ചിന്തിക്കേണ്ടതാണ്. വൃക്ഷങ്ങളിൽ പുണ്യവും ശ്രേഷ്ഠവുമായി അരയാലിനെ കരുതുന്നു. തന്നെയുമല്ല, ത്രിമൂർത്തി സാന്നിധ്യവും അരയാലിലുള്ളതായി വിശ്വസിക്കുന്നു. ചുവട്ടിൽ ബ്രഹ്മാവും മധ്യഭാഗത്ത് വിഷ്ണുവും അഗ്രഭാഗത്ത് ശിവനും കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ആൽമരത്തിനെ പ്രദക്ഷിണം ചെയ്താൽ പുണ്യം ലഭിക്കുമെന്ന് പറയുന്നത്. വൃക്ഷപൂജയിൽ അരയാലിനാണ് പ്രഥമ സ്ഥാനം. ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളോടൊപ്പം വച്ചുപിടിപ്പിക്കുന്ന ഒരു വൃക്ഷമാണ് അരയാൽ. ക്ഷേത്രങ്ങളിൽ ക്ഷേത്രപ്രതിഷ്ഠ പോലെ തന്നെ അരയാൽ നടീലിനും പ്രാധാന്യമുണ്ട്. ഭക്ത്യാദരപൂർവ്വം പരിലാളിക്കുന്ന ഈ വൃക്ഷത്തെ നശിപ്പിക്കുവാൻ പാടില്ല എന്നാണ് വിശ്വാസം. അതിരാവിലെ അരയാലിനെ പ്രദക്ഷിണം വയ്ക്കുന്നത് സന്താന സൗഭാഗ്യത്തിനും ആരോഗ്യത്തിനും സർവ്വ ഐശ്വര്യങ്ങൾക്കും ഉത്തമമായി വിശ്വസിച്ചു പോരുന്നു. അതുപോലെ സർപ്പപ്രതിഷ്ഠയുള്ള അരയാലിനെ വൈകുന്നേരം പ്രദക്ഷിണം വയ്ക്കരുതെന്നും പറയാറുണ്ട്. രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് വൃക്ഷങ്ങളുടെ ചുവട്ടിലുള്ള വിശ്രമവും നല്ലതല്ല. അരയാലിനെ പോലെ തന്നെ ദൈവീക പരിവേഷം ലഭിച്ച മറ്റൊരു പുണ്യവൃക്ഷമാണ് വേപ്പ്. ഇതിന് ഔഷധ ഗുണവും ഉള്ളതാണ്. പാലാഴി മഥനത്തിന് ശേഷം ലഭിച്ച അമൃതുമായി ദേവേന്ദ്രൻ ദേവലോകത്തേക്ക് പോകുമ്പോൾ അമൃത് തുളുമ്പി വേപ്പിന് മുകളിൽ വീഴുകയുണ്ടായി എന്നും അങ്ങനെ വേപ്പിന് ദൈവികമായ രോഗപ്രതിരോധ ശേഷി കൈവന്നുവെന്നും ഒരു കഥയുണ്ട്. ഇന്ത്യയുടെ സംസ്കാരവും ജീവിത രീതിയുമായി ഏറെ ബന്ധമുള്ള മരമാണ് വേപ്പ്. അരയാൽ വൃക്ഷത്തെ വരനായും വേപ്പിനെ വധുവായും സങ്കല്പിച്ച് വിവാഹം നടത്തുന്ന വൈദിക ആഘോഷങ്ങൾ പല ക്ഷേത്രങ്ങളിലും നടത്തുന്നുണ്ട്. എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട നാഗാരാധനാ ക്ഷേത്രമായ ആമേട ക്ഷേത്രത്തിലും പാലക്കാട് ജില്ലയിലെ മലക്കുളത്തും ഇങ്ങനെയൊരു ചടങ്ങ് നടന്നിട്ടുണ്ട്. ആലിനെയും വേപ്പിനെയും ഒന്നിച്ചു ചേർക്കുന്നത് ഒരു പുണ്യമായി പഴമക്കാർ കരുതുന്നു. ഒരു കഥ ഇങ്ങനെയാണ്. പരശുരാമൻ്റെ അമ്മ രേണുകാദേവിയാണ് മറ്റൊരു ജന്മത്തിൽ വേപ്പുമരമായി പിറന്നതെന്നാണ് വിശ്വാസം. മഹേന്ദ്രനെ കണ്ടു ഭ്രമിച്ച രേണുകയെ കൊല്ലാൻ ഭർത്താവായ ജമദഗ്നി മഹർഷി മകനായ പരശുരാമനോട് ആജ്ഞാപിച്ചപ്പോൾ പരശുരാമന് അത് നിറവേറ്റേണ്ടി വന്നു. പിന്നീട് രേണുകയ്ക്ക് ജീവൻ തിരികെ ലഭിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വേപ്പുമരവും ഉണ്ടായത്രേ. പരമേശ്വരൻ്റെ അനുഗ്രഹത്താൽ വേപ്പുമരത്തിന് രേണുകയുടെ അംശം ലഭിച്ചുവെന്നാണ് ഐതിഹ്യം. മഹാദേവൻ്റെ ജന്മവൃക്ഷമായ അരയാലും പാർവതിയുടെ അംശമായ രേണുകയുടെ പ്രതീകമായ വേപ്പും വിവാഹിതരാകുന്നുവെന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് ആലിനെയും വേപ്പിനെയും ഒന്നിച്ചു ചേർക്കുന്നത് ഒരു പുണ്യമായി കരുതുന്നത്. എന്നാൽ
മഹാരാഷ്ട്രയിലെ ഹിന്ദുക്കൾക്കിടയിൽ മറ്റൊരു ചടങ്ങാണുള്ളത്. കുട്ടികൾ ഉണ്ടാകുവാൻ വേണ്ടി വധൂവരന്മാർ ആൽമരവും വേപ്പും തമ്മിലുള്ള വിവാഹം നടത്തുന്നു. 7 ദിവസത്തിലൊരിക്കലായി 7 തവണ ഈ ചടങ്ങ് നടത്തുന്നു. അശ്വത്ഥനാരായണ പൂജ എന്നാണ് ഈ ചടങ്ങിൻ്റെ പേര്. ഇവിടെ ആൽമരത്തെ നാരായണനായും വേപ്പുമരത്തെ ലക്ഷ്മിയായുമാണ് പ്രതിനിധീകരിക്കുന്നത്. ആലും വേപ്പും ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ ചുവട്ടിലുള്ള നാഗപ്രതിഷ്ഠകൾക്ക് പാലഭിഷേകം ചെയ്താൽ രാഹുകേതുക്കളുടെ ദോഷത്താൽ അവിവാഹിതരായി കഴിയുന്ന പെൺകുട്ടികൾക്ക് വിവാഹം നടക്കുമെന്ന് ഒരു വിശ്വാസമുണ്ട്. ഏതായാലും ആലും വേപ്പും ഒന്നിച്ചു വളർത്തുന്നത് നല്ലതാണ്. ഈ മരങ്ങളിൽ തഴുകി വരുന്ന കാറ്റ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഞാൻ ഈ ഭാഗത്തിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഈ ഭാഗം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഭാഗം നാഗാരാധനയും ജ്യോതിഷവും തമ്മിലുള്ള ബന്ധമാണ്. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.